ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായം 23-ാമത്തെ വാക്യം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ചെറിയ താലന്തുകളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെ നാം എത്രത്തോളം വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യുന്നു, അതനുസരിച്ച് ദൈവം നമ്മെ അധികത്തിൽ വിചാരകനാക്കും. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ചെറിയ നന്മകളെ ചെറുതായി കാണരുത്, വലുതായി കാണണം. അതൊരു വലിയ തുടക്കത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. ആകയാൽ എന്തൊക്കെയോ സൽപ്രവർത്തികൾ ചെയ്യുവാൻ, ഏതൊക്കെയോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എവിടെയൊക്കെയോ കഠിനാധ്വാനം ചെയ്യുവാൻ, എവിടെയൊക്കെയോ നല്ലത് ചെയ്യുവാനുള്ള മനസ്സ്, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കിയാൽ അതിനെ വർദ്ധിപ്പിക്കണം. അതിൽ നിങ്ങൾ വിശ്വസ്തത ആചരിക്കണം. ദൈവം നിങ്ങളെ വിചാരകനാണ്. തുടക്കത്തിൽ ആർക്കും വിചാരകനാകാൻ കഴിയത്തില്ല. നമ്മെ ഏൽപ്പിച്ചത് നന്നായിട്ട് ചെയ്യുമ്പോൾ നാമും ഒരു വിചാരകനായി, ഒരു നടത്തിപ്പുകാരനായി തീരുമെന്നുള്ളതിന് സംശയമില്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവസ്നേഹം ഇവരിലങ്ങ് വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഏൽപ്പിച്ച കാര്യാദികൾ നന്നായിട്ട് ചെയ്യുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം അവരെ ഏൽപ്പിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭൗതികാത്മീക മേഖലകൾ ഒരു വർധനവ് ദൈവം കൊടുക്കണം, വളർച്ച കൊടുക്കണം, ഉത്സാഹവും ഉന്മേഷവും ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. വിശ്വസ്തയോടെ വർക്ക് ചെയ്യാൻ അവരെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.